11.5 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഈ വീടും കാര്യങ്ങളെല്ലാം തീർത്തത്. സ്ട്രക്ചർ, ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം കൂടെ ചേർത്ത് 65 lakhs കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കത്തി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ സ്ഥലം അല്ലേ? ഇവിടെ എല്ലാരും ഞങ്ങളൊക്കെ വരുമ്പോഴെല്ലാം ഇവിടെ തന്നെ ഇരിക്കുന്നതൊക്കെ ഒരാൾ ഇവിടെ എങ്ങനെ വീട് വെക്കും എന്ന് ചോദിച്ചവരുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള കാഴ്ച കണ്ടോണ്ടാണ് ഫുഡ് കഴിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇറങ്ങി പോകാൻ പറ്റും. അതിനെ നമ്മൾ കിച്ചണിൽ ലോക്ക് ആയിട്ട് കിടക്കത്തില്ല. നമസ്കാരം, ആർക്കിടെക്ട്സ് വെട്ടിട്ടു എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോന്നിയില് പയ്യനമൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പയ്യനമണില് ജോൺ ബ്രോയുടെ വീട്ടിലാണ്. അപ്പം ഇത് നമ്മൾ പ്ലോട്ട് എന്ന് പറഞ്ഞ ഒരു 11.5 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഈ വീടും കാര്യങ്ങളെല്ലാം തീർത്തത്. സ്ട്രക്ചർ, ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം കൂടെ ചേർത്ത് 65 lakhs കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ സ്ഥലത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്നാണ് ഈ വീടിന്റെ ഡിസൈൻ ഇവര് ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത്. ഈ സ്ഥലത്തിന് ആക്ച്വലി കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ സംസാരിച്ചു ഉണ്ണിയായിട്ട്. അപ്പം ചുറ്റുമുള്ള സ്ഥലത്തിന്റെ ബ്യൂട്ടി മാക്സിമം അബ്സോർബ് ചെയ്ത് വീട്ടിലോട്ട് കയറ്റുന്ന രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പുറത്തെ ഫേസിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് റിസോർട്ട്. ഈ സൈഡ് നമ്മൾ റോഡ് ലെവലിൽ നമ്മൾ വീട്ടിൽ ആൾക്കാർ വരുമ്പോൾ കാണുന്ന ഒരു ഫേസ്. അപ്പോൾ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബെറ്റർ ഡിസൈൻ സ്റ്റുഡിയോയുടെ ആർക്കിടെക്ട്സ് ആയിട്ടുള്ള ഉണ്ണി ബ്രോയും അനിൽ ബ്രോയും കൂടെ ചേർന്നിട്ടാണ്. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഉണ്ണി ബ്രോയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഈ രണ്ടും ഫേസസ് തന്നെയാണ്. നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലോട്ട് പോകാം. അപ്പം നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ആ ബാക്കിലത്തെ ചരിവാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ആ ചരിവിനെ തന്നെ നമ്മൾ നിലനിർത്തി ഒരു ഫേസ് ഉണ്ടാക്കി എടുക്കാനാണ് ശ്രമിച്ചേക്കുന്നത്. ഒരു ടെറൈന് ശരിക്കും പൊങ്ങിയും താഴ്ന്നും കിടക്കുന്ന ഒരു സ്ഥലമാണ്. കോന്നിയാണ് സ്ഥലം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ടെറൈനാണ് അല്ലേ? അതെ. ഒരു റെക്ടാങ്കുലർ ഫ്രെയിം പോലത്തെ ഒരു ഇതൊക്കെ തന്നെയാണ് ഇതിന് ആ ഒരു കണ്ടംപററി ലുക്ക് കൊടുക്കുന്നത്. ബോക്സ് പാറ്റേൺ ഹൗസ് ആണ്. അത് ശരിക്കും ഇവിടെ കുറച്ച് മെറ്റൽ പീസ് മെറ്റലാണ് ശരിക്കും കാണുന്നത്. പടിഞ്ഞാറേ സൈഡാണ്. വെയിൽ ഏറ്റവും കൂടുതൽ അടിക്കുന്ന ഒരു പാറ ഏരിയയാണ്. ഒരു പരിധി വരെ ഇത് കൺട്രോൾ ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നുള്ളൂ. ശരി, ചെറുതായിട്ടും ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ബ്ലോക്ക് ആവില്ല. ശരിക്കും ഇത് പ്രകൃതി ഫിക്സ് തന്നെ. അതായത് നമ്മൾ ഡയറക്റ്റ്ലി ഒരു വാളിലേക്ക് അടിക്കുന്നതിന് പകരം ഇതൊരു പരിധി വരെ കൺട്രോൾ ആണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട് സൈഡിലും ഇതിന്റെ മേളിലൊരു ബാൽക്കണി സൈഡിലും നമ്മൾ ഇതേ എലിമെന്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂറ്റി പോകുന്നുണ്ട്. അതെ. ഇത് ആക്ച്വലി നിങ്ങൾ ഇത് ചെയ്ത് എടുത്തേക്കാണോ അതോ ഇതിനകത്ത് ഒരു ടെക്സ്ചർ, വുഡൻ ടെക്സ്ചർ നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിരിക്കും. ഇത് പക്ഷേ എയർ പാസ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും അവരുടെ കോർട്ട്യാർഡാണ് കാണുന്നത്. ആ കോർട്ട്യാർഡിന്റെ ബാക്ക് സൈഡാണ്. അവിടെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ അവിടെ ഒരു GI സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് താഴെയും മുകളിലും കണ്ടുപിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസൈൻ പാറ്റേൺ ചെയ്യുന്നത്. ഇത് പിന്നെ നോർമൽ ഇന്റർലോക്ക് ആയിട്ട്. അതെ. ലെതർ ടൈപ്പ് ഗ്രാനൈറ്റ് ആണ്. ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ലോങ് ആയിട്ടുള്ള സ്റ്റെപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഏരിയ വേറൊരു രീതിയിലാണല്ലോ ഇതിന്റെ ഒരു ഈ ടൈൽ പാറ്റേൺസിന് കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇത് 120x ടൈലാണ്. ഈ ടൈലാണ്. അതിനെ കട്ട് ചെയ്തിട്ട് ഒരു പാറ്റേൺ ഉണ്ടാക്കി എടുക്കുകയാണ്. ഇത് നമ്മൾ ടോട്ടൽ എല്ലാ റൂംസിലും ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. കോമൺ ഏരിയ മുഴുവൻ ഒരു ഡിസോർഡറിന്റെ ഒരു ബ്യൂട്ടി വരുന്നുണ്ട് അല്ലേ? ഇത് ഡോർ വന്നിട്ട് മെറ്റലാണ്. ഈ ഫ്രെയിമും ഇതും എല്ലാം മെറ്റലാണ്. നമ്മുടെ ഡോറുകൾ, ഔട്ട്ഡോർ ഡോറുകളെല്ലാം മെറ്റലാണ്. എക്സ്റ്റേർ ഡോസുകളെല്ലാം മെറ്റലാണ്. ഈ നമ്മൾ ആദ്യം തന്നെ പ്ലാനിങ് ഉണ്ടായിരുന്നു, നമുക്ക് തടി വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ എക്സ്റ്റീരിയർ ഡോർ മുഴുവൻ സ്റ്റീൽ ആക്കിയിരിക്കുന്നത്. സെക്യൂരിറ്റിക്ക് യാതൊരു വിധമായ പ്രശ്നങ്ങളില്ല. പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് ബേസിൽ അത് കൂടുതലാണ് മറ്റു ഡോറിനെക്കാട്ടും. ഓക്കെ. ആ നമ്മൾ സിറ്റൗട്ടി കണ്ടതിന്റെ ഫ്ലോറിംഗ് തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാണ് അല്ലേ? ത്രൂ ഔട്ട് ഒരു നല്ല ഡിസ്റ്റൻസിൽ കാണുമ്പോഴേ ഇതിന്റെ ബ്യൂട്ടി മനസ്സിലാവുന്നുള്ളൂ. ശരിക്കും ഇത് നമ്മൾ സാധാരണ വീട്ടിലെ വലിയൊരു ഹാൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വീടിനകത്ത് മിനിമലിസ്റ്റിക് ഡിസൈൻസ് ആണ് ചെയ്തിരിക്കുന്നത്. അത് മിനിമം ഫർണിച്ചർ ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ലിവിംഗ് സ്പേസ് നോക്കിയ ഒരു കോർണർ സോഫ, ഒരു TV, അത് മാത്രമേ ഉള്ളൂ. മറ്റൊന്നുമില്ല. ഓൾ സീലിംഗ് പോലെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നമ്മളെ കോൺക്രീറ്റ് ടൈമിൽ തന്നെ നമ്മൾ ശരിക്കും ലൈറ്റ്സിന്റെ കോൺട്രിബ്യൂട്ടർ ഇട്ടിട്ട്. അപ്പം സാധാരണ വീടുകൾക്ക് എല്ലാ വീടുകളിലും ഒരു ജിപ്സം സീലിംഗ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ വീട്ടിൽ അതൊന്നുമില്ല. ആ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ലൈറ്റ്സിന്റെ പോർഷൻ ഓൾറെഡി നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഇൻസെർട്ട് ചെയ്യാൻ പറ്റുന്ന. അതെ. ഇവിടെ എല്ലാം ഇൻസെർട്ട് ചെയ്യുന്ന രീതിയിലാണ്. ജനലിൽ വ്യത്യാസമുണ്ട്. ജനലിലും തടിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ ഇത് മെറ്റൽ സെക്യൂരിറ്റിക്ക് നമ്മളൊരു മെറ്റൽ ഫ്രെയിമിനകത്ത് സ്ക്വയർ റൗണ്ട് റോഡ് കൊടുത്തിരിക്കുക. സ്പേസിംഗ് ഇട്ടോട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു ഓപ്പൺനെസ് ശരിക്കും വലിപ്പം കൂടുതലാണ്. UPVC കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ടല്ലേ ആൾക്കാർ. ഏറ്റവും നല്ല ടീക്കൂട്ടാണ്. ടീക്കൂട്ടിന്റെ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ ആണ് ശരിക്കും. അപ്പൊ നമ്മള് ടീക്കൂട്ടുകൾക്ക് ഇത് ചെയ്യുന്നത് കുറവാണ്.
ആന്റിനേക്കാൾ സെയിം പ്രൈസിൽ തന്നെ വരും. ശരി. പക്ഷെ നമുക്ക് UPVC എന്ന് പറയുന്ന പ്രോഡക്റ്റ് പല പ്രൈസിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഏത് തരത്തിൽ ഇത് പിക്ക് ചെയ്യാൻ നമുക്ക് കഴിയും. അപ്പൊ നമ്മുടെ കമ്പനി ഉണ്ടായതുകൊണ്ട് ഇതിനകത്ത് നമ്മള് ടഫ് ഗ്ലാസിന്റെ ആവശ്യമില്ല. ഇത് പിന്നെ നോർമൽ പ്ലൈയില് ഇതെല്ലാം കസ്റ്റമേഡ് എല്ലാം കസ്റ്റമേഡ് ആണ്. ഇൻക്ലൂഡിങ് നമ്മുടെ സോഫ അടക്കം കസ്റ്റമേഡ് തന്നെയാണ്. ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ കോർട്ട്യാർഡും ഇത്രയും ചെറിയ സ്പേസിനുള്ളിൽ തന്നെ നിങ്ങളത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതും ക്ലയന്റിന്റെ ഒരു ആവശ്യം വരുന്നതോ നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്യുന്ന ലൈറ്റും ശരിക്കും ലൈറ്റും ഒക്കെ ക്ലയന്റിന്റെ കൺസേൺ ഉള്ളതായിരുന്നു. എയർപോർട്ട് കാര്യം പറഞ്ഞപ്പോൾ ഇതാണ് മുമ്പ് പറഞ്ഞല്ലേ അവിടെ എനിക്ക് മേളിൽ മാത്രമേ പോളികാർബണേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇത് എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ഓപ്പണിംഗ് ആണ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ക്രോസ് വെന്റിലേഷൻ വളരെ പ്രോപ്പർ ആവുകയും ചെയ്യും. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ല ക്രോസ് വെന്റിലേഷൻ ഇല്ലാത്ത ഒരു റൂമില്ല. ഈ ഏരിയ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം. ബാക്കിയുള്ള റൂമിലോട്ട് കയറുമ്പോൾ അറിയാൻ ശരിക്കും നമ്മൾ ഇവിടെ തുറന്നിട്ടാൽ നല്ല ശരിക്കും കർമ്മ കാര്യം അവിടെ നല്ല എയർ ഫ്ലോ ഉള്ളതാണ്. ഈ ഡോറ് തുറന്നുമ്പോഴത്തേക്കും നല്ല എയർ ഫ്ലോ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത് കോട്ടയാടും റെയിൻ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ ഇവിടെ ഫ്ലോർ ലെവലിൽ ആയോണ്ടായിരിക്കും. നമ്മുടെ സാധാരണ കൊത്തിയാടിനെ പോലെ ഫ്ലോർ താക്കണ്ടെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നോർമലി നമ്മൾ ഈ ഫ്ലോർ ലെവലിൽ ടേബിൾസ് ഇട്ടേക്കാണ്. ഒരു പ്ലാന്റ് കലാത്തിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് വെച്ചാൽ ഡൈനിങ്ങിന്റെ ഏരിയയിലോട്ടാണ് വരുന്നത്. എനിക്ക് ഈ ഡിസൈൻ ആണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഡൈനിങ്ങിന്റെ നമ്മളിവിടെ ഇരിക്കുന്ന എന്താണ് സംഭവം? ഈ ഒരു സ്ലോപ്പ് ഉണ്ട്. ഇത് ഡിസൈൻ എന്ന് പറയാം. ഇതിന്റെ കാല് ഞങ്ങളുടെ ഡിസൈൻ ശരിക്കും നേരെ തിരിച്ചായിരുന്നു. ഓക്കെ. അപ്പൊ ഇത് പ്രശ്നം എന്താ വെച്ചാൽ വെയിറ്റ് വെച്ച് താങ്ങില്ല. അപ്പൊ ഞങ്ങള് നേരെ ഉൾട്ടയടിച്ചിട്ട് ഒരു ക്രോസ് പീസ് കൊടുത്തു. അപ്പൊ ഈ തടിയുടെ ഒരു വെയിറ്റ് ചരിഞ്ഞായി. അതിന്റെ ആക്ച്വലി ഇവിടെ ഇരിക്കുന്ന ഒരു കമ്പൗണ്ട് ആണെന്ന് പറയുന്നത്. പക്ഷേ ഇത് നല്ലൊരു നല്ല രസമുണ്ട്. ഇവിടെ ഇരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് ഒരു ഫേവർ കിട്ടിയിട്ട് കുറച്ച് സ്ലോപ്പിൽ നമ്മൾ സ്വിച്ചിങ് ഇരുന്ന് കഴിക്കാന്നുള്ള ഈ ചെയറൊക്കെ കസ്റ്റമൈസ് ചെയ്ത ചെയർസ് ആണ്. ഇതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ അല്ല, വളരെ മിനിമലിസ്റ്റിക് ആണ്. നമുക്ക് കേറുമ്പോ തന്നെ ഒത്തിരിയും കാര്യങ്ങൾ മനസ്സിലാവും. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ്. എല്ലാ മിനിമം സ്പേസുകളിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന അഡീഷണൽ ഫർണിച്ചർ അത് ചെയ്യാൻ പറ്റില്ല. അത് ക്ലൈന്റ് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് ആയാലും ഡൈനിങ് ആയാലും മിനിമം എന്തൊക്കെയുണ്ടോ അത് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്നത്. എന്റെ ഫേവറേറ്റ് പാർട്ടിലോട്ട് പോവാണ് കിച്ചൺ. നോർമലി മോഡുലാർ പോലെ. അതെ അതെ, ഇത് WPC-ലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സൈസ് മാത്രമേ ഉള്ളൂ. ഒരു സ്മാൾ കിച്ചൺ ആണ്. ചെറിയ എനിക്കൊന്ന് അമ്മയ്ക്കൊക്കെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു കിച്ചൺ. കമ്പോർട്ട്സ് ഒക്കെ WPC-യിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ എല്ലാം മിനിമലിസ്റ്റിക് ഡിസൈൻ പാർട്ടായിട്ടുള്ള ചെറിയ കിച്ചൺ തന്നെ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇറങ്ങി പോകാൻ പറ്റും. അതിൽ നമ്മൾ കിച്ചണിൽ ലോക്ക് ആയി കിടക്കത്തില്ല. ഇവിടെയാണ് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മളൊരു ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്പേസ് ഉള്ളത്. ഇതാണ് വ്യൂ ഉണ്ടോ? ആക്ച്വലി നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാഴ്ച കണ്ടോണ്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഈസ്റ്റ് സൈഡ്. ഇവിടെയാണ് നമ്മുടെ നമ്മൾ പറഞ്ഞ ലാൻഡ് ചരിവ് എന്ന് പറയുന്നത്. ആദ്യം സംസാരിച്ച പ്ലാന്റ് ഇവിടെയാണ് വരുന്നത്. ഇവിടെ വരെ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡും ഇവിടെ നമുക്ക് വേറെ കൺസ്ട്രക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ 2 ബെഡ്റൂംസിന്റെ ഭാഗമാണ് കാണുന്നത്. ഇവിടെ നമ്മൾ IBM എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ സെക്ഷനിലാണ് നിർത്തിയിരിക്കുന്നത്. സ്ട്രക്ചറൽ IBM-ൽ നിർത്തിയേക്കാണ് ഈ 2 ബെഡ്റൂംസ്. ഇതൊരു ബീമായിട്ട് കൊടുക്കാന്നുള്ളതാണ്. നമ്മൾ RCC ബീം പോലെ. അപ്പൊ RCC ബീമിന്റെ സൈസിന് കുറച്ചുകൂടെ ബഡ്ജറ്റ്. അപ്പൊ എന്റെ പോയിന്റിൽ അത് പിന്നീടൊന്നും വേണ്ട, നമുക്ക് എന്തുകൊണ്ട് മെറ്റലിലേക്ക് പോകാമെന്ന് ചിന്തിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മെറ്റൽ ഡിസൈൻ ഉണ്ടായത്. RC വരുവാണെങ്കിൽ നമുക്ക് ഈ ഇതിനൊരു ഫ്ലോട്ടിംഗ് ഫീൽ തോന്നിക്കൂല. ശരിക്കും എനിക്കത് കാൻലിവർ പോലെ ഫീലിംഗ് നമ്മൾ സാധാരണ ഈ മറ്റുള്ള വീടുകളിൽ നിൽക്കില്ലേ, ആ ഒരു ഫീലിംഗ് നമുക്ക് വേണമായിരുന്നു. അല്ല, ഈ ഏരിയ ഇത്രയും പ്രൊജക്റ്റഡ് ആണ് വെളിയിലോട്ട്. കാൻഡിലിവർ തന്നെയാണ്. വേണമെങ്കിൽ ഇവിടെ സപ്പോർട്ട് കൊടുക്കാം. പക്ഷെ ഈ ഒരു ടിപ്പ് നമുക്ക് ആ റോഡിൽ നിന്ന് കാണാൻ പറ്റും. ശരിക്കും ഇങ്ങനെ തെള്ളി ഇങ്ങനെ IBM-ന്റെ മുകളിൽ ശരിക്കും ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത ഡെക്കിംഗ് ഷീറ്റ് ഇട്ട് അതിന്റെ മുകളിൽ ഒരു ടൈൽ ഇടാം എന്നുള്ള തരത്തിലേക്കാണ്, അല്ലെങ്കിൽ ഒരു പ്ലൈവുഡ് പോലെ ചെയ്യാനാണ്. പിന്നീട് അതിന്റെ മുകളിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്തു ഇവിടെ. ശരിക്കും നമ്മൾ ഇതിന്റെ മുകളിൽ അടിയിലേക്ക് നോക്കുവാണെങ്കിൽ ഫ്രെയിം വർക്ക് കാണാം. അതിന്റെ മുകളിൽ അസസ് ചെയ്തിട്ടുണ്ടല്ലേ? ശരിക്കും ഇതിന്റെ മുകളിൽ നിന്നാൽ ഫീൽ ഉണ്ടാവില്ല. നമ്മൾ ഇതിന്റെ മുകളിലാണ് നിൽക്കുന്ന റൂംസിൽ റൂംസില് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടന്നു നോക്കുമ്പോ തന്നെ സാധാരണ സ്റ്റീൽ സ്ട്രക്ചറിലാണെങ്കിൽ ഒരു ഡും ഫീൽ തോന്നി. ഒരു ഡും ഇത് അതൊന്നുമില്ല.
പിന്നെ ഈ എലമെന്റ്സ് എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഈ ഐ ബീം എലമെന്റ്സ് മുകളിൽ ഐ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്, സ്റ്റെയർ ഐ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിൽ നോക്കിയാൽ മെറ്റൽ എലമെന്റ്സ് ഉണ്ട്, നേരത്തെ ഹാൻഡ് റെയിൽ മെറ്റലാണ്. എല്ലായിടത്തും ഒരു അതായത് ഈ വീട്ടില് ഓൾമോസ്റ്റ് ഇത്ര പെർസെന്റേജ് തന്നെ പറയാൻ പറ്റൂലേ നമുക്ക് structural steel? 50% തന്നെ ഇങ്ങനത്തെ മെറ്റൽ എലമെന്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വീട് പണി സമയത്ത് ഒരാൾ ഇവിടെ എങ്ങനെ വീട് വെക്കും എന്ന് ചോദിച്ചവരുണ്ട്. അതെ, ഈ പ്ലോട്ട് വസ്തു അതെ. just ചുമ്മാ ഇങ്ങനെ കാണുമ്പോ നമ്മൾ നോക്കുമ്പോൾ അല്ല, അങ്ങോട്ട് ഒരു ഇതും അതെ. താഴ്ചയും കോളം ബീമിന് കുഴി എടുത്തിട്ടില്ല, അതിനകത്തുള്ള കുറച്ച് മെറ്റീരിയൽസ് ആണ്, ഉരുളൻ കല്ലുകൾ. അതൊക്കെ പലയിടത്തായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ല, അതുപോലെ ഇത് വെട്ടുകല്ലേ, ഇത് നമ്മുടെ വേലിക്കൊക്കെ വെക്കുന്നത്? ഇത് വേലിക്കല്ലാണ്. ഇത് കൊടുക്കാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടം വരെയാണ് സ്റ്റെപ്സ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ നമുക്കൊരു സ്റ്റെപ്പ് വേണം, എന്നാൽ അതിന് ശരിക്കും നാച്ചുറാലിറ്റി കിട്ടുകയും വേണം. അതെ, അപ്പം സ്റ്റെപ്പാണെന്ന് അറിയുകയും വേണം. പുല്ല് വെക്കാൻ പെട്ടെന്ന് രാത്രി വന്നത് അറിയത്തില്ല ചിലപ്പോൾ ഇത് സ്റ്റെപ്പ് ആണെന്നുള്ളത്. അപ്പൊ ഒരു കല്ലുണ്ടെങ്കിൽ ആ ഒരു ഇതിന് മനസ്സിലാവും ഇതൊരു ഇറങ്ങാനുള്ള ഒരു സ്ഥലമാണെന്ന് മനസ്സിലാവും. അത് ഈ ഗ്രീൻസിനകത്ത് കാണുമ്പോ അതെ അതെ, രസമായിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ കത്തി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ സ്ഥലം അല്ലേ? ഇവിടെ എല്ലാവരും ഞങ്ങളൊക്കെ വരുമ്പോഴെല്ലാം ഇവിടെ തന്നെയൊക്കെ ഇരിക്കുന്നതൊക്കെ. അങ്ങോട്ട് നോക്കി സംസാരിക്കുന്നു. ആ വിൻഡോന്നല്ല, അതെ, ശരിക്കും ഇത് 2 ബെഡ്റൂമിന്റെ വിൻഡോസ് ആണ്. 2 ബെഡ്റൂമിന്റെ ഇവിടുന്ന് കാണാം. അപ്പൊ അവിടെ ഉള്ള ഒരാൾക്കും ഇവിടുന്ന് കാണാൻ പറ്റും, ഇവിടെ ഉള്ള ആൾക്കും കാണാൻ പറ്റും. അത് കൂടാതെ തന്നെ ആ ബെഡ്റൂമിൽ നിന്ന് ശരിക്കും ഡൈനിങ് ആണ്. ക്രിസ് കണക്ടിവിറ്റി. ശരിക്കും ഇതിനൊരു സിമിലർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ജനലുകൾ ഇവിടെ കൊണ്ടുവന്നത്. സെയിം ഒരു സിമെട്രി പോലെ പ്രീ പ്ലാൻ ചെയ്ത് തന്നെ വെച്ചിരിക്കുന്നതാണ്. പ്ലാന്റിന്റെ അടുത്ത് ഇത് വലിയ പ്ലാന്റ് നമ്മൾ ഒരു ഗാർഡനിൽ കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഇവിടെ പ്ലാന്റ് ചെയ്തേക്കാം. 2-3 അടുത്ത് പോയി നോക്കി നമുക്ക് ഇഷ്ടമുള്ളത് കണ്ടെത്തി അതിവിടെ കൊണ്ടുവന്നു. അത് കൊണ്ടുവച്ചപ്പോ ഇലയൊക്കെ ഒന്ന് പൊഴിക്കാതെ ഇപ്പൊ നല്ലതായി, എല്ലാം വന്നു. അല്ല, ഇവിടെ നിങ്ങൾ അത്ര ഏരിയ ഓപ്പൺ ചെയ്തിട്ട് ശരിക്കും ഈ പ്ലാന്റിന് വേണ്ടിട്ട് തന്നെയാ ഇവിടെ എടുക്കുന്ന ഏത് പ്ലാന്റ് ആയാലും കുറച്ചും കൂടെ ബൾക്കായിട്ട് ഇതിന് മേലോട്ട് പോകും. ഈ ഷീറ്റ് നിങ്ങൾ GI ഷീറ്റ് പെയിന്റ് ചെയ്തിട്ടാണോ അതോ? ഇത് ACP ആണ്. ACPയുടെ ആ വുഡൻ ടെക്സ്ചറാണ്. നമുക്ക് ഇവിടെ നിന്ന് വുഡൻ ഫിനിഷ് കാണണമെന്നുണ്ടായിരുന്നു. ഇവിടെ തുറന്നിട്ടേക്കുന്ന ഈ ഒരു പ്ലാന്റ് വളരെ നന്നായിട്ടാണ്. പിന്നെ ഒരു ക്രീപ്പർ വളർത്താനുള്ള ഓപ്ഷൻ കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ ഷെയ്ഡ് ഇവിടെ ഈ ഒരു ഭാഗം. അതുപോലെ നിങ്ങൾ ഇവിടുത്തെ പെയിന്റിംഗ് ആയാലും ഒരു ഡിഫറൻസ്. ഫ്രണ്ട് സൈഡ് നോക്കുവാണെങ്കിൽ, വെസ്റ്റ് സൈഡ് എലിവേഷൻ നോക്കുവാണെങ്കിൽ മൊത്തം ഒരു വൈറ്റും ഒരു സാൻഡൽ കളർ, വളരെ ഇത് ഗ്രേ. നിങ്ങൾക്ക് ആ ഡിഫറൻസ് എന്തോ ഒരു സാധനം ഇൻസേർട്ട് ചെയ്ത് വെച്ചേക്കുന്നു. 2 ബോക്സ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നു. അവിടെ നോക്കിയാൽ ഈ 2 ബോക്സിനും ഒരു കോൺട്രാക്ട് കിട്ടുന്ന പോലത്തെ ഒരു കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാണാം, ലിറ്ററലി ചെറിയൊരു കുന്ന് ആണല്ലേ ഇത്? അതിന്റെ പോലത്തെ നാളിൽ നിന്നും ഒരു 40 മീറ്ററോളം പൊങ്ങിട്ടാണ് നിൽക്കുന്നത്. സാധാരണ ഒരു ഹോട്ടലിലൊക്കെ അല്ലെങ്കിൽ ഒരു ക്ലിഫ് ഏരിയയില് ഒരു ഹൈ റേഞ്ചിലൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് കിട്ടുന്ന ഫീല് തണുപ്പും കൂടെ വരുവാണെങ്കിൽ കറക്റ്റ് വരും. ഇവിടെ ക്ലൈമറ്റിൽ എപ്പോഴും മഴയൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ സ്ലൈഡിംഗ് വിൻഡോ ഇത്രയും വലിയൊരു ഗ്ലാസ് ഏരിയ കൊടുത്തോണ്ടാണ് ഇതിന് ഈ ഡൈനിങ് ഏരിയയിൽ ഇത്രയും കൊടുക്കുന്നതിന് നല്ലതാണ്, പക്ഷെ എക്സ്പെൻസീവ് കൂടുതലാണ്. ഇത് കൊടുത്തായിരുന്ന ഈ വ്യൂവിനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. വ്യൂ ഇല്ലെങ്കിൽ ഈ വീടില്ല. സത്യം. നമുക്കിപ്പോ നമ്മൾ ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് ഞങ്ങളൊരു ഹാൻഡ് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട്. സെക്യൂരിറ്റി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് എല്ലാവർക്കും വന്ന് ഇവിടെ നിന്നൊക്കെ വരുമ്പോഴേ. പക്ഷെ നിങ്ങൾ അത് ഒരു കറക്റ്റ് സിമെന്റ് ബ്ലോക്സോ ഇതൊന്നും വെച്ചിട്ട് ചെയ്യാൻ കാര്യമായി, കാരണം വ്യൂ പോവാത്ത രീതി. മെറ്റലിൽ തന്നെ, മെറ്റലാണല്ലോ നമ്മുടെ എല്ലാത്തിനും തടിമയം പറയുന്ന പോലെ തന്നെ മെറ്റൽ മയം. താഴെ 2 ബെഡ്റൂം. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം. മുകളിലാണെങ്കിൽ മുകളിലൊരു ബെഡ്റൂം. ഡ്രസ്സിംഗ് ഏരിയക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ, ചെറിയൊരു സ്പേസ്. ഇത് ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് വരും. അവിടെ നിന്നാണ് നമ്മളെ ബെഡ്റൂമിലേക്ക് വരുന്നത്. ഇവിടെ ടോയ്ലറ്റ് ആണ്. ടോയ്ലറ്റ് നമ്മള് ശരിക്കും നമ്മുടെ ടൈല് തന്നെയാണ്, പക്ഷേ പ്ലാങ്ക് ആയിട്ടുള്ള പ്ലാങ്ക് എന്ന് പറയുന്ന വുഡിന്റെ ആ ഒരു ടെക്സ്ചർ. പിന്നെ എല്ലാം കസ്റ്റമൈഡ് ആയിട്ടുള്ള ഫർണിച്ചർ. ഈ നമ്മുടെ ബോർഡും ഇതൊരു ക്യൂൺ സൈസ് ബെഡ് ആണ്. ഈ എന്റെ ലെങ്തിൽ തന്നെ ഒരു വാർഡ്രോബ് ഉണ്ട്. കറക്റ്റ് ഈ ഏരിയയിൽ ഒരു സീറ്റിംഗ് ഏരിയയും അപ്പുറത്തെ ആ ബെഡ്റൂമും ഇതുപോലെ തന്നെ സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇല്ല, അവിടെ സീറ്റിംഗ് ഇല്ല. ശരിക്കും നമുക്ക് ഒരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഈ സെയിം ഓപ്പണിംഗ് അപ്പുറത്തും ഉണ്ട്. നമ്മൾ ഇത് തുറന്നാൽ ശരിക്കും നമുക്ക് ഡൈനിങ് കാണാം, കിച്ചന്റെ ഡോറ് കാണാം. ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് ആക്സസ് ഉണ്ട് അങ്ങോട്ടും. അവിടുത്തെ വിഷനും ഉണ്ട്. ഈ ക്രോസ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ വാഷ് ഏരിയയും ഡൈനിങ് ഏരിയ എല്ലാം കാണാൻ പറ്റും. ബാൽക്കണിക്ക് കറക്റ്റ് ഒരു ഹൈ റേഞ്ച്. ഇപ്പൊ ഇതില് ക്ലൈമറ്റും കൂടെ ഇതാണെങ്കിൽ ഹൈ റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ഇല്ലേ? ഈ കൈക്കരയുടെ പുറത്ത് നിന്നൊരു കോഫിയോ അല്ലെങ്കിൽ ഒരു ചായ ഒക്കെ കുടിച്ച് സിപ്പ് ചെയ്ത് നിൽക്കാണെങ്കിൽ ക്ലൈന്റിന് ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ, അതോ നിങ്ങൾ ഡിസൈനിന്റെ ഭാഗത്ത് ബാൽക്കണീസ് ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ ഈ സൈറ്റ് വന്ന് കണ്ടപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ ഇത് നേരത്തെ നമ്മൾ സംസാരിച്ചതിന്റെ കൂട്ട് തന്നെ കുറച്ച് ഭാഗം ഫ്ലാറ്റ് ആയിട്ടും പുറകിലേക്ക് ചരിവുമാണ്. അപ്പൊ ആ ചരിവ് ഭാഗത്താണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ നമ്മൾ കൊണ്ടുവരികയും, അപ്പൊ ഈ വ്യൂ എന്തായാലും നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല.
ശരിക്കും ഇത് കോഴ്സാണ് കോഴ്സിന് പ്ലൈവുഡിനകത്തൊരു ക്യാബിനറ്റ് കൊടുത്തിരിക്കുന്നു. വാൾപേപ്പർ ടൈലാണ് നമ്മളൊക്കെ ടൈൽസാണ് പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ടൈല് വരുന്നുണ്ടോ ഇങ്ങനെ ഈ ഏരിയയിലൊക്കെ? അത് നിങ്ങൾ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടോ? അല്ലല്ല, ശരിക്കും ഈ ടൈല് തന്നെ ഇത് 60x60 ടൈലും ഉണ്ട്, വലിയ ടൈലും ഉണ്ട്. അത് രണ്ടിന്റെ മിക്സ് കിട്ടിയ ഫ്ലോർ 60x60 ആണ്. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ അതിന്റെ ചെറുത് തന്നെയാണ്. അത് കുറച്ച് വലുപ്പമുള്ള ടൈലിനെ കട്ട് ചെയ്തിട്ടേക്കാം. അത് 120 ഉണ്ടോ? 120 ഉണ്ട്. 120 ഉണ്ട്. ഇതിനെ കുറച്ചും കൂടെ ചെറുതാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ബോറിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ടാണോ ഈ പല പാറ്റേൺസ് നിങ്ങൾ? തീർച്ചയായും എല്ലാ കോളേജിലും ഓരോ പാറ്റേൺസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇപ്പം ട്രൈ ഏരിയയും വെറ്റ് ഏരിയയും ഡിഫറെന്റ് ആണ്. ശരിക്കും ഇവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ ഫ്യൂച്ചർ ചെയ്ത് അപ്പം ഇതുമായിട്ട് വരുമ്പോ ഇതൊരു പാറ്റേൺ ഉണ്ടാവും, ഇതിനകത്ത് സെപ്പറേഷൻ ഫീൽ ചെയ്യും. അതെ അതെ. അപ്പൊ അതിന്റെ പാരലായിട്ടുള്ള അടുത്തോട്ടുണ്ട് അതെ. ഇത് സൈസ് ചെറുതാണ്, കുറച്ച് സെയിം ആ വുഡൻ പ്ലാങ്ക് സെയിം പാറ്റേൺ. ഇത് നമ്മുടെ ഇത് ഫാമിലി കോട്ടാണ്. പിന്നെ ഇവിടെ വാർഡ്രോബ്, സ്റ്റഡി ഏരിയ, ഇൻസൈഡ് സ്റ്റോറേജ്, ലോഫ്റ്റ് ഇപ്പൊ മറ്റേ റോഡ് സൈഡിലെ വ്യൂവും ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ രണ്ടും വരും. ബെഡ്റൂം പ്ലേസ് ചെയ്തേക്കുന്നതിനും ഈ ഒരു വ്യൂവിനകത്ത് മാക്സിമം നമുക്കത് കിട്ടുക എന്നുള്ളതാണ്. ബെഡിൽ നിന്നൊക്കെ രാവിലെ എണീക്കുമ്പോഴുള്ള ആ ഒരു പോസിറ്റിവിറ്റി ഒക്കെയാണ് അല്ലേ? ഇനി നമുക്ക് മേലോട്ടൊന്ന് കയറിയാലോ? ഇതൊക്കെ ആക്ച്വലി ജിഐ ട്യൂബ്സ് ജിയാണ്. ഐ സെക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ടിംഗ് വെയിറ്റ് ഉള്ള ഐ സെക്ഷൻ ആണ്. പിന്നെ റേസ് ആണ് നമ്മൾ ജിഐ ട്യൂബ് പുറത്ത് നമ്മൾ ഉടൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മൾ താഴെ കണ്ടുപോലുള്ള മെറ്റൽ ഡോർസ് തന്നെയാണ്. നമുക്ക് ഇനി അടുത്ത ബെഡ്റൂമിലോട്ട് കിടക്കാം. മേളില് ഒരു ബെഡ്റൂം ആണല്ലോ അല്ലേ? അതെ. ഈ ഡോറ് ജാക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ റെഡിമെയ്ഡ് ഡോർസ് ആണ്. അത് ഫുള്ളി റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡോറാണ്. ഇതിപ്പോ എന്താണ് വുഡ് എന്ന് പറയാൻ പറ്റില്ല. അത് അവിടെ തന്നെ ഒരു ട്രീറ്റഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യലി ഉള്ള ഡോറാണ്. ബെഡ്റൂംസിനെല്ലാം ഈ ജാക്ക് എന്ന് പറയുന്ന കമ്പനി ഡോർസ് ആണ് യൂസ് ചെയ്യുന്നത്. അതും നല്ല ഒതുങ്ങിയ ഒരു ഏരിയ തന്നെയാണ്. കാരണം ഡോർ ഇങ്ങനെ തുറന്നിട്ട് ഇട്ടാലും ആ ഒരു രീതിയിൽ തന്നെ അങ്ങനെ ശരിക്കും ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെറിയ റൂംസ് ആണല്ലോ. അപ്പം ഇത് മകന്റെ റൂമാണ്. അപ്പം പുള്ളിക്ക് വർക്ക് സ്റ്റേഷനുകൾ വേണം. അപ്പൊ ഒരു താഴത്തെ കൂട്ടിൽ അലമാര സ്പേസ് ഇവിടെ കൊടുക്കാനും പറ്റില്ല. അപ്പൊ നമ്മളൊരു ഡ്രസ്സിംഗ് ഏരിയയുടെ ഒരു ഇവിടെ നമ്മൾ ഹോൾ വെച്ച ഈ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ ശരിക്കും വെക്കുക. ഇത് ശരിക്കും അടിയിലൊരു നമുക്ക് ഇരിക്കാൻ വേണ്ടി ഒരു സംവിധാനമുണ്ട്. ഇതിങ്ങനെ തുറക്കാൻ പറ്റില്ല. നമുക്ക് ആവശ്യമുള്ള സമയത്തേക്ക് ഇത് റിമൂവ് ചെയ്തിട്ട് ഇരുന്നിട്ട് നമുക്ക് ഇത് അകത്തൊരു ക്ലോസ് ചെയ്യാം. അപ്പൊ ശരിക്കും ഇവിടെ മിററും കൂടെ വരാനുണ്ട്. ഇപ്പൊ പാലാഴ്ച കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ. ഇനിയിപ്പോ അഡീഷണൽ ഒരു മിററും കൂടെ ഇവിടെ വരും. അപ്പൊ നമുക്കിവിടെ കുറച്ച് എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ ജസ്റ്റ് അത് ഊരി അവിടെ ഇരിക്കുക. ഇവിടെ നമ്മൾ എന്റെ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ വെക്കുക. ഇത് അകത്തോട്ട് ഡംപ് ചെയ്യാം. വീട് അതാണ് പ്രത്യേകത. ശരിക്കും നമ്മൾ എപ്പോഴും പറയുന്നത് വീട്ടിൽ നേരത്തെ പറഞ്ഞത് തന്നെ ഈ വ്യൂ നമുക്ക് എവിടെ നിന്നും കിട്ടുക. ആരും ഈ വീട്ടിൽ വരുന്നവര് വിഷമിക്കത്തില്ല, അയ്യോ ആ റൂമിൽ മാത്രമേ ഉള്ളല്ലോ ബാൽക്കണി നിർത്തിട്ട്. കാരണം എല്ലാ റൂമിൽ എത്തുന്നവർക്കും അത്രയും സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. പക്ഷെ നല്ലൊരു ഹൈറ്റ് തന്നെയാണ്. മേളിലും കൂടെ എത്തിയിട്ട് ഈ ഒരു ബാൽക്കണി നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞൊരു ഭാഗ്യമാണ്. അതാണ് ശരിക്കും ലാൻഡിന്റെ ഒരു കിടപ്പം ഒക്കെ നമ്മളത് യൂസ് ചെയ്തു. ഇനിയിപ്പോ നമ്മളായാലും ഇങ്ങനെയുള്ള കൊനിഷ്ട് പിടിച്ച പ്ലോട്ടൊക്കെ കാണുമ്പോഴും നമ്മൾ അതിന്റെ വേറൊരു സൈഡ് ചിന്തിക്കും അല്ലേ? ചിലപ്പോ ഇങ്ങനെയും ഈ പ്ലോട്ടിനെ മാറ്റാൻ പറ്റുമായിരിക്കും. ഇങ്ങനത്തെ ഡിസൈൻസ് ഒരുപാടുണ്ട്. പലപ്പോഴും നമ്മളിത് ഞങ്ങളുടെ ആദ്യത്തെ ഒന്നുമല്ല, ഇങ്ങനത്തെ ഡിസൈൻസ് ഒരുപാട് ചെയ്യുന്ന ആർക്കിടെക്ചറുകൾ കേരളത്തിൽ കൊണ്ട് ചേർത്തിന് വെളിയിലുമുണ്ട്. പക്ഷെ നമ്മളിതിനകത്ത് രണ്ടും കൂടെ ഇതിനകത്ത് കോൺക്രീറ്റ് കൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ കാണുന്ന ഈ മെറ്റലും ഇതിന്റെ ബാക്കിയെല്ലാം കട്ട തന്നെ വെച്ച് ചെയ്തിരിക്കുക. മോളി കോൺക്രീറ്റ് ആണ്. ഇതിപ്പോ രണ്ടു നിലയും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഭാഗം 2 ബെഡ്റൂംസ് ആണ്. ഇവിടെ ഒരു ബെഡ്റൂംസ്, അതിന്റെ മുകളിൽ ബെഡ്റൂം. അത്രയും ലോഡ് എടുക്കും. ശരിക്കും നമ്മുടെ സ്ട്രക്ചറൽ വിങ് അത്രത്തോളം നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഡിസൈൻ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു സ്ട്രക്ചർ വേണം, അതുപോലെ നല്ല കോൺട്രാക്ടേഴ്സ് വേണം. അപ്പൊ നമുക്ക് ഇത് രണ്ടും നമുക്ക് കിട്ടി. നമുക്ക് ഏകദേശം ഇതിപ്പം ഈ ഒരു വീടിന്റെ സ്ട്രക്ചർ മാത്രമായിട്ട് 45 lakhs-ഓളം നമുക്ക് 45ഓളം വരും. അത് ഈ ലാൻഡ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തായാലും ഇത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ. ലാൻഡ്സ്കേപ്പ് വേറെയാണ്. ലാൻഡ്സ്കേപ്പിന് ഏകദേശം എനിക്കൊരു 2.5 lakhs-ഓളം ആയിട്ടുണ്ട്. മറ്റു ഒരു 3 lakhs-ഓളം എന്തായാലും ലാൻഡ്സ്കേപ്പിന് വേണ്ടിയതായിട്ടുണ്ട്. ഇന്റീരിയർ ഒക്കെയോ മറ്റേ ക്യാബിനറ്റ്സ് അല്ലെങ്കിൽ ഇന്റീരിയർ നമുക്കൊരു 12 lakhs-ഓളം ആയിട്ടുണ്ട് മൊത്തം. അതായത് സെക്ഷനാണ്. കർട്ടൻസ് കൂടാതെ 12 ഫർണിച്ചറും ഫർണിച്ചേഴ്സ് എല്ലാം കൂടും. പിന്നെ നമുക്ക് ഇത് സ്റ്റെയറോ ഡൈനിങ്ങിനും സ്റ്റെയറിനും യൂസ് ചെയ്തേക്കുന്നത് വുഡ്, അതിന് മാത്രമല്ലേ വുഡ് യൂസ് ചെയ്തേക്കുന്നത്? അതെ, അത് മഹാഗണി എന്ന് പറഞ്ഞ വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 50 രൂപയോളം 45 മുതൽ 50,000 രൂപയോളം തടിക്ക് മാത്രമായിട്ടുണ്ട്.
മൊത്തം തടിക്കോ അതോ ഡൈനിങ്ങിന്റെ മാത്രം? നമ്മുടെ സ്റ്റെയറും മാത്രം. Stair ഡൈനിങ്ങിന് വീണ്ടും അഡീഷണൽ ആയിട്ടുണ്ട്. 45,000 രൂപ മുതൽ 50,000 രൂപ വരെ ഇതിനായിട്ടുണ്ട്. മെറ്റലിന് ഏകദേശം ഒരു 1.5 lakhsോളം മെറ്റൽ സ്റ്റെയർ പണിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് നമ്മൾ ചിന്തിക്കുമ്പോ എല്ലാം കൂടെ ഓൾ ടുഗദർ നോക്കുമ്പോൾ ഒരു അത് മാത്രമല്ല കോമ്പൗണ്ട് വാളുണ്ട്. എല്ലാം കൂടെ നമ്മൾ ഈ ഒരു ബഡ്ജറ്റിനെ പറ്റും പറയുന്നത് സ്ട്രക്ചർ മാത്രമല്ല, ഇതിനകത്ത് വരുന്ന ഈച്ച് ആൻഡ് എവറിത്തിങ് ആക്ച്വലി നമ്മൾ ഈ ബഡ്ജറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കോമ്പൗണ്ട് വാൾ വരും, സൈഡിന്റെ വാൾ വരും, അത് നമ്മുടെ മണ്ണ് ഫില്ലിംഗ് ഉണ്ടാവും, എല്ലാം വരും. അതെല്ലാം കൂടെ ആണ് 65 lakhs. പക്ഷെ ഇതിന്റെ വീടിന്റെ ഏരിയ 2000 സ്ക്വയർ ഫീറ്റേ ഉള്ളതാണ്. പക്ഷെ നമുക്ക് ഇത്രയധികം, അതായത് സാധാരണ വീട് നമ്മൾ ഫ്രണ്ട് മാത്രം ലാൻഡ്സ്കേപ്പ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാ സൈഡിനും അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ടായതുകൊണ്ട് അതെ നമ്മളത് യൂസ് ചെയ്യാതെ പോകാനും പറ്റില്ല. അത് വീടെന്ന് പറയുന്നത് അവരുടെ സ്വപ്നമാണ്. അത് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്ന് തീരുമാനിക്കുന്നത്, അത് ചെയ്യുന്നതും അവരുടെ ടേസ്റ്റും ഞങ്ങളുമായിട്ടുള്ള ഒരു communication. അതെ അതെ അത് തന്നെയാണ്. എത്ര വ്യൂ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ സൈഡിലോട്ട് 2 വ്യൂ അല്ല 3 വ്യൂ അല്ലെ? ഈ സൈഡിലോട്ട് 3 വ്യൂ, ഈ സൈഡ് മൊത്തം വ്യൂ. ബാക്കിൽ പിന്നെ ഈ വ്യൂ ഒന്നും താല്പര്യം ഇല്ലാതിരിക്കാനുള്ളവർക്കാണ് ഈ പടിഞ്ഞാറ് ബാക്കിൽ പോയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതും സൺറൈസ് ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റുമായിരിക്കും. സൺറൈസ് സൺസെറ്റ് എന്തായാലും പൊടി. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ അങ്ങനെ വലിയൊരു സ്പേസ് 11.5 സെന്റിൽ സംഭവം ചെയ്തേക്കാണ്. പക്ഷെ അത് വളരെ ഒരു വിഷ്വലി എസ്തെറ്റിക്കലി ഭയങ്കര പർപ്പസും ഉണ്ട്, എസ്തെറ്റിക്കലി ഭയങ്കര രസമായിട്ടുണ്ട്. എന്തായാലും ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ട വിശേഷങ്ങളെല്ലാം ഷെയർ ചെയ്ത് ഞങ്ങളുടെ കൂടെ നല്ല ക്ഷമയോടെ നിന്ന് ഞങ്ങളെക്കാൾ മുമ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്തായാലും ഒരുപാട് ഓക്കെ കേട്ടോ. ഇനി കാണാം തീർച്ചയായിട്ടും.